പലപ്പോഴും ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഒരു മന്ത്രണം പോലെയാണ്, വിസ്പർ പോലെയാണ്. എന്തുകൊണ്ട് കർത്താവ് ശരിക്കും തനിസ്വരത്തിൽ സംസാരിച്ച നമ്മളോട് ബാക്കിയുണ്ട്. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ദിവസം വളരെ സന്തോഷത്തോടും ദൈവികമായിട്ടുള്ള ഒരു ആശ്രയ ബോധത്തോടും കൂടെയാണ് നിങ്ങൾ ദൈവസേനയിലായിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ ആഴ്ചയിലെ ആദ്യത്തെ എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ അതിൻ്റെതായ അനുഗ്രഹങ്ങൾ, നന്മകൾ ഒക്കെ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ സ്പോൺസർ നമുക്ക് അടൂരിൽ നിന്നൊരു സുരേഷ് ബാബു ആൻഡ് നിഷ സുരേഷ് ആണ്. താങ്ക് യു ബ്രദർ ആൻഡ് സിസ്റ്റർ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് അവരുടെ മൂത്ത മകൻ ബെന്നിന്റെ 21ാമത്തെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ ബെൻ. അതോടൊപ്പം തന്നെ 2 മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബെന്നിനും അതുപോലെ ഡോണിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക സംരക്ഷണത്തിൽ വളരുവാൻ, ദൈവവേലയിൽ പ്രയോജനപ്രദമാകുവാൻ, കർത്താവ് അവരുടെ വിദ്യാഭ്യാസവും ഭാവിയും ഒക്കെ അനുഗ്രഹിക്കപ്പെടുവാൻ അങ്ങ് കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വരുന്ന ആഴ്ച നമുക്ക് വളരെ പ്രധാനപ്പെട്ട ആഴ്ചയാണ്. അതിൽ നമുക്കറിയാം, നമ്മുടെ ഏപ്രിൽ 3-ാം തീയതിയാണ് നമ്മുടെ ഗുഡ് ഫ്രൈഡേ സർവീസ് നടക്കുന്നത്. അതുപോലെ തന്നെ ഏപ്രിൽ 4-ാം തീയതി നമുക്ക് ദ ക്രോസ് ഓഫ് സെലിബ്രേഷൻ എന്നുള്ള പേരിൽ അതിശക്തമായിട്ടുള്ള മീറ്റിംഗ് ട്രിവാൻഡ്രത്ത് നടക്കുന്നു. 2 മീറ്റിംഗിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം. ദയവായി കടന്നു വരിക, അനുഗ്രഹത്തെ പ്രാപിക്കുക. അപ്പോൾ തന്നെ ഏപ്രിൽ മാസം 16, 17, 2 തീയതികളിലായിട്ട് ടീൻസിന്, കൗമാരപ്രായത്തിലുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു സ്പെഷ്യൽ ക്യാമ്പ് കൊച്ചിയിൽ വെച്ച് ഞങ്ങൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. രജിസ്റ്റർ ചെയ്യുക. വേഗത്തിൽ തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ രജിസ്റ്റർ ചെയ്യിപ്പിക്കുക. വേഗത്തിൽ ഇന്നത്തെ ആരാധനയിലേക്കും സന്ദേശത്തിലേക്കും നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. എല്ലാവരും ഒന്ന് മുഖമൊക്കെ ഒന്ന് നല്ല രീതിയിൽ പ്ലസൻ്റായിട്ടൊന്ന് പിടിച്ചൊന്ന് ചിരിച്ചേ. സദൃശവാക്യം 31 പറയുന്നു, ഭാവി കാലമോർത്ത് അവൾ പുഞ്ചിരി തൂകുന്നു എന്ന് വെച്ചാൽ, കഴിഞ്ഞ നാളുകളിൽ പ്രശ്നങ്ങളിലൂടെ, നൊമ്പരങ്ങളിലൂടെ, കഷ്ടകാലത്തിലൂടെ, കണ്ണുനീരിൻ്റെ താഴ്വരയിലൂടെ ഒക്കെ പോയി കാണും. പക്ഷേ നല്ലൊരു ഭാവി തരാൻ കർത്താവിന് സാധിക്കും. യിരെമ്യാവിൻ്റെ പുസ്തകം 29:11 പറയുന്നത്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം നിങ്ങളെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ, നല്ല നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. ദാറ്റ് മീൻസ് ഐ ഹാവ് ഗ്രേറ്റ് പ്ലാൻസ് ഫോർ യുവർ ലൈഫ്. ഇതാണ് കർത്താവ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയൊരു മോർണിംഗ് ഗ്ലോറി വീക്ക് ആരംഭിക്കുകയാണ്. മാർച്ച് 23 മൺഡേ. ഫോക്കസ് വേർഡ് ഹിയറിംഗ് ഗോഡ്. അതിൽ ആ പേജ് എടുത്ത് നോട്ട്സ് എഴുതാൻ തുടങ്ങുക. കമൻറ്റ് സെക്ഷനിൽ എല്ലാവരും ആക്റ്റീവ് ആകണം. നിങ്ങൾ കേൾക്കുന്ന വാക്യങ്ങൾ കോപ്പി ചെയ്ത് അതിലേക്ക് ഇടുക. പ്രധാനപ്പെട്ട തോട്ട്സ്, വ്യാഖ്യാനങ്ങളൊക്കെ അതിനകത്ത് ടൈപ്പ് ചെയ്തിടണം. ഹിയറിംഗ് ഗോഡ്, ദൈവത്തെ കേൾക്കുക അല്ലെങ്കിൽ ദൈവത്തെ കേൾക്കുന്നത്. ജോൺ 10:27, യോഹന്നാൻ 10:27 കാണുന്നത്, മൈ ഷീപ്പ് ലിസൺ ടു മൈ വോയിസ്, ഐ നോ ദം ആൻഡ് ദേ ഫോളോ മീ. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു. ആൻഡ് ദേ ഫോളോ മീ, അവർ എന്നെ അനുഗമിക്കുന്നു. ഞാനിതിനെക്കുറിച്ചൊക്കെ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അനുഭവങ്ങളൊക്കെ. ഞാൻ വിശ്വാസത്തിൽ വന്ന കാലത്ത് കർത്താവ് ഒരു ദൈവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിട്ട് എന്നോട് വന്ന് പറഞ്ഞ വാക്യം ഇതാണ്. ഇറ്റ് ഷുഡ് ബി 84-85 ആ കാലഘട്ടത്തിൽ. അപ്പോൾ എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, അവ എന്നെ അനുഗമിക്കുന്നു. ഡെക്ലറേഷൻ നോക്കുക, പ്രഖ്യാപനം. ഐ ഹിയർ ദ വോയിസ് ഓഫ് ദ ഷെപ്പേർഡ് ടുഡേ. ഞാൻ എൻ്റെ ഇടയൻ്റെ ശബ്ദം ഇന്ന് കേൾക്കും അല്ലെങ്കിൽ കേൾക്കുന്നു. ഡിവൈൻ ഇൻസ്ട്രക്ഷൻസ് ഗൈഡ് മൈ ബിൽഡിംഗ് പ്രോസസ്. അങ്ങനെ ദൈവികമായ ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ എൻ്റെ പണിയുന്ന പ്രക്രിയയ്ക്ക് മാർഗനിർദ്ദേശം നൽകുന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ നോക്കി വായിച്ച് ടിക്ക് ചെയ്യുക. ഇന്നത്തെ ഫോക്കസ് വേർഡ് എന്ന് പറയുന്നത് യോഹന്നാൻ 10:27 നമ്മൾ കണ്ടതുപോലെ, മൈ ഷീപ്പ് ലിസൺ ടു മൈ വോയിസ്. എൻ്റെ ആളുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നത്, ഞാൻ അവയെ അറിയുന്നു.
ആൻഡ് ദേ ഫോളോ മീ, അവ എന്നെ അനുഗമിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഹിയറിങ് ഗോഡ്, ദൈവത്തെ കേൾക്കുക, ദൈവത്തെ കേൾക്കുന്ന അല്ലെങ്കിൽ ദൈവശബ്ദം കേൾക്കുന്നതിനെക്കുറിച്ച് 4 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. വിശദമായിട്ട് ഇതിനു മുമ്പ് ദൈവശബ്ദം കേൾക്കുന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ മോർണിംഗ് ഗ്ലോറിയിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ പണി ഈ മാസം എന്ന് പറയുന്നത് സൂപ്പർ നാച്ചുറൽ ബിൽഡിംഗ് ആണ്. അതിനോട് കണക്ട് ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. നമ്പർ 1, ഹിയറിംഗ് ഗോഡ് ഈസ് എ മാർക്ക് ഓഫ് എ ട്രൂ ഡിസൈപ്പിൾ. ഒരു യഥാർത്ഥ ശിഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ദൈവ പൈതലിൻ്റെ അടയാളം ദൈവത്തെ കേൾക്കുന്നു എന്നുള്ളതാണ്. ദൈവം പറയുന്നത് കേൾക്കുന്നു. കാരണം യേശു തന്നെ പറയുകയാണ്, മൈ ഷീപ്പ് ലിസൺ ടു മൈ വോയിസ്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ ആടാണോ എന്ന് എങ്ങനെ അറിയാം? അവൻ്റെ ശബ്ദം കേൾക്കുവാണെങ്കിൽ മാത്രമേ അവൻ്റെ ആടുകളാകുന്നുള്ളൂ. ഹിയറിംഗ് ഗോഡ് ഈസ് നോട്ട് എ റെയർ എക്സ്പീരിയൻസ് റിസർവ്ഡ് ഫോർ എ ഫ്യൂ. ഇറ്റ്സ് എ നോർമൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഷെപ്പേർഡ് ആൻഡ് ഹിസ് ഷീപ്പ്. കർത്താവ് ഇവിടെ പറയുന്നതനുസരിച്ച് വളരെ പ്രത്യേകതയുള്ള, ദൈവത്താൽ പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം ആളുകൾ മാത്രം ദൈവശബ്ദം കേൾക്കും. ഉദാഹരണത്തിന് ശുശ്രൂഷകർ. അങ്ങനെ പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവരൊക്കെ ദൈവശബ്ദം കേൾക്കും. അല്ലാത്തവരാരും ദൈവശബ്ദം കേൾക്കുകയില്ല എന്ന് യേശു പറയുന്നില്ല. യേശു ഇവിടെ പറയുന്നതനുസരിച്ച് മൈ ഷീപ്പ് ലിസൺ ടു മൈ വോയിസ്. ഇറ്റ്സ് എ നോർമൽ തിങ്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ നല്ല ഇടയനാണ്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. അതിൽ എൻ്റെ ചില ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. എൻ്റെ പ്രധാനപ്പെട്ട ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. എൻ്റെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു എന്നൊന്നും അവിടെ പറയുന്നില്ല. സോ ഗോഡ് ഡിസൈഴ്സ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഹിസ് പീപ്പിൾ. അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ദൈവം തൻ്റെ ജനങ്ങളുമായി ആശയവിനിമയം ചെയ്യാൻ താല്പര്യപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. ജോൺ 8:47, യോഹന്നാന്റെ സുവിശേഷം 8:47, ഹൂ എവർ ബിലോങ്സ് ടു ഗോഡ് ഹിയർസ് വാട്ട് ഗോഡ് സേസ്. യോഹന്നാൻ 8:47 അത് കാണുന്നത്. ദൈവത്തിനുള്ളവർ അവൻ പറയുന്നത് കേൾക്കുന്നു, അവൻ്റെ ശബ്ദം കേൾക്കുന്നു. അവനുള്ളവർ, ദൈവത്തിനുള്ളവർ ദൈവശബ്ദം കേൾക്കുന്നു. യിരെമ്യാവിൻ്റെ പുസ്തകം 33:3, കോൾ ടു മീ ആൻഡ് ഐ വിൽ ആൻസർ യു. എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. വിളിച്ചപേക്ഷിച്ചാൽ ഉത്തരം കിട്ടും. സോ ഇറ്റ്സ് എ ടോക്ക് ബാക്ക് സിസ്റ്റം. യിരെമ്യാവ് 33:3 ഞാൻ വീണ്ടും പറയുന്നു, ദൈവത്തിൻ്റെ ഫോൺ നമ്പർ എന്നറിയപ്പെടുന്നൊരു വാക്യമാണ്. 33:3, റെവല്യൂഷൻ 3:20, വെളിപ്പാട് പുസ്തകം 3:20, ഇഫ് എനിവൺ ഹിയർസ് മൈ വോയിസ് ആൻഡ് ഓപ്പൺ ദ ഡോർ ഐ വിൽ കം ഇൻ. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരും, അവൻ എന്നോടുകൂടി അത്താഴം കഴിക്കും. അപ്പോൾ ആരെങ്കിലും വാതിൽ തുറക്കണ്ടേ? അപ്പോൾ ആരെങ്കിലും കേൾക്കണ്ടേ? കേൾക്കാൻ മനസ്സ് വേണ്ടേ? സോ ദ ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് ഓൺലി അബൌട്ട് ബിലീവിങ് ഇൻ ഗാഡ് ബട്ട് ഓൾസോ ലിസണിങ് ടു ഹിം. ദൈവത്തിൽ വിശ്വസിക്കുന്നത് മാത്രമല്ല, ദൈവത്തിൽ നിന്ന് കേൾക്കുന്നതും കൂടെയാണ് ക്രിസ്തീയ ജീവിതം, ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ ഒത്തിരി നമുക്കെല്ലാവർക്കും ഒരു സംശയമുണ്ടല്ലോ, എങ്ങനെയാണ് ഈ ചിലർക്ക് മാത്രം ഞാൻ കർത്താവ് എന്നോട് സംസാരിച്ചു, കർത്താവ് എന്നോട് ഇടപെട്ടു, കർത്താവ് ഇങ്ങനെ ഇത്ര മണിക്ക് സംസാരിച്ചു എന്നൊക്കെ ഇങ്ങനെ പലരും പറയുന്നത് കേൾക്കുമ്പോൾ ഞാനൊക്കെ ആദ്യം അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അവരോടൊക്കെ കർത്താവ് സംസാരിക്കും, എന്നോടൊന്നും സംസാരിക്കുന്നില്ലല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു ദൈവദാസനത്തിനെ എക്സ്പ്ലെയിൻ ചെയ്തത് ഇങ്ങനെയാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് മറ്റേണിറ്റി വാർഡിൽ, ലേബർ റൂമിൽ ജനിക്കുന്ന സമയത്ത് അതിന് കാതുകളോടുകൂടിയാണ് ജനിക്കുന്നത്. ശരിയാണോ? എന്നാൽ ഇനി ഇത് ഡെവലപ്പ് ചെയ്ത്, ഈ ഹിയറിങ് ഡെവലപ്പ് ചെയ്ത് ഓരോ മാസം കഴിയുമ്പോൾ, ഓരോ മൈൽ സ്റ്റോണുകൾ കഴിയുമ്പോൾ പ്രത്യേക ശബ്ദങ്ങളെ തിരിച്ചറിയാൻ തുടങ്ങും. ഡാഡിയുടെ ശബ്ദം തിരിച്ചറിയുന്നു, മമ്മിയുടെ ശബ്ദം തിരിച്ചറിയുന്നു. ഈ കുഞ്ഞിന് മൂത്ത ഒരു ചേട്ടനോ ചേച്ചിയോ ഉണ്ടെങ്കിൽ അതിൻ്റെ ശബ്ദം തിരിച്ചറിയുന്നു. ഡോഗിൻ്റെ ശബ്ദം തിരിച്ചറിയുന്നു, ക്യാറ്റിൻ്റെ ശബ്ദം തിരിച്ചറിയുന്നു. ഇതെന്താ മോനെ എന്ന് ചോദിച്ചാൽ ഡോഗ്, ക്യാറ്റ് ഒക്കെ പറയാൻ തുടങ്ങും. പക്ഷെ ജനിച്ചത് കാതുകളോടുകൂടിയാണ്. ഹിയറിംഗ് ആണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇതുപോലെ നമ്മളും ജനിച്ചപ്പോൾ, അതിൻ്റെ അർത്ഥം നമ്മൾ ബോൺ അഗെയിൻ ആയപ്പോൾ, നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ നമുക്ക് കാതുകൾ ലഭിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ കാതുകളുടെ കേൾവി ശക്തി ഡെവലപ്പ് ചെയ്ത് വരണം. കൂടാതെ ഓരോ ശബ്ദങ്ങളും
റെക്കഗ്നൈസ് ചെയ്യാനും തിരിച്ചറിയാനും നമ്മൾ പഠിച്ചാൽ മാത്രം മതി. അതിൻ്റെ അർത്ഥം രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ദൈവശബ്ദം കേൾക്കാനുള്ള കാതുകൾ ദൈവം നൽകിയിട്ടുണ്ട്. അതല്ലാതെ കുറേ പേര് ഡെഫും കുറേ പേര് ഹിയറിംഗ് ഉള്ളവരും അങ്ങനെയല്ല. നമ്മളാണ് ഇനി അത് ഡെവലപ്പ് ചെയ്യാനുള്ള, വളർച്ചയ്ക്കനുസരിച്ച് അതിനെ ഡെവലപ്പ് ചെയ്യാം. സോ ഏറ്റവും കൂടുതൽ അടുത്തിടപഴകാൻ തുടങ്ങുമ്പോൾ ദൈവശബ്ദം പെട്ടെന്ന് തിരിച്ചറിയാനും പറ്റും. നമ്പർ 2, ഹിയറിംഗ് ഗോഡ് റിക്വയർസ് റിലേഷൻഷിപ്പ്. ദൈവശബ്ദം കേൾക്കണമെങ്കിൽ അതിന് ദൈവവുമായൊരു ബന്ധം ആവശ്യമാണ്. ദൈവശബ്ദം കേൾക്കാൻ ദൈവവുമായി ബന്ധം വേണം. കാരണം അവിടെ പറയുന്നത് ജീസസ് ഈസ് ഐ നോ ദം, ഞാൻ അവരെ അറിയുന്നു. കർത്താവ് തനിക്കുള്ളവയെ അറിയുന്നു. ദാറ്റ് ഷോസ് റിലേഷൻഷിപ്പ്. ചോദ്യം ഇതാണ്, യേശുവുമായുള്ള ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെയാണ്? നമ്മൾ ജീവിക്കുന്നത് വളരെ ഡിസ്ട്രാക്ഷൻസ് ഉള്ള ഒരു ലോകത്തിലാണ്. പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരുപക്ഷെ ബൈബിൾ വായിച്ചു, ധ്യാനിച്ചു, ദൈവശബ്ദം അകത്ത് കേട്ടൊക്കെ ഇറങ്ങിയാലും പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, പ്രാർത്ഥനാ മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മില്യൺസ് ഓഫ് വോയിസസാണ് നമ്മൾ കേൾക്കുന്നത്. ശരിയല്ലേ? മില്യൺസ്. ഒത്തിരി ശബ്ദങ്ങൾ നമ്മൾ പക്ഷികളുടെ കേൾക്കും, മൃഗങ്ങളുടെ കേൾക്കും, മനുഷ്യരുടെ കേൾക്കും, യന്ത്രങ്ങളുടെ കേൾക്കും, വണ്ടികളുടെ കേൾക്കും. ഇതെല്ലാം കിടക്കുക. ഇതിനുള്ളിൽ തുടർന്നും ദൈവശബ്ദം കേൾക്കണമെങ്കിൽ അകത്ത് ഈ ഹിയറിംഗ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഹിയറിംഗ് ഗോഡ് ഗ്രോസ് ഫ്രം റിലേഷൻഷിപ്പ്, നോട്ട് മിയർലി ഇൻഫർമേഷൻ. ദൈവശബ്ദം കേൾക്കുന്നതിനെക്കുറിച്ച് കുറേ വിവരങ്ങളുണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിക്കുമ്പോഴാണ് ഇത് സാധിക്കുന്നത്. ദ ക്ലോസർ വി വാക്ക് വിത്ത് ദ ലോർഡ്, ദ ക്ലിയറർ ഹിസ് വോയിസ് ബിക്കംസ്. നമ്മൾ എത്രത്തോളം കർത്താവിനോട് അടുക്കുമോ അത്രത്തോളം അവൻ്റെ ശബ്ദം വ്യക്തതയുള്ളതായി മാറും. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു കിലോമീറ്റർ അകലെ ഒരാൾ നിന്നുകൊണ്ട് എൻ്റെ പേര് വിളിക്കുകയാണ്. ഞാൻ കേൾക്കുമോ? ഞാൻ കേൾക്കില്ല. കുറേ കൂടി അടുത്ത് 1/2 കിലോമീറ്റർ വന്നാലോ അപ്പോഴും കേൾക്കണമെന്നില്ല. 1/4 കിലോമീറ്റർ വന്നാലോ അപ്പോഴും അത്രയും കേൾക്കണമെന്നില്ല. ഒരു 100 മീറ്റർ അപ്പുറത്ത് വന്നാലോ ഒരുപക്ഷെ കുറച്ച് നേരിതായിട്ട് കേൾക്കാം. 50 മീറ്റർ ആക്കിയാൽ കുറച്ചുകൂടി കേൾക്കാം. 10 മീറ്റർ ആക്കിയാൽ കുറച്ചുകൂടി കേൾക്കാം. തൊട്ട് മുമ്പിൽ നിന്നുകൊണ്ട് വിളിക്കുകയാണെങ്കിലോ, എൻ്റെ പേര് വിളിച്ചാൽ പെട്ടെന്ന് എനിക്ക് കേൾക്കാൻ കഴിയും. സോ ദൈവത്തോട് അടുത്ത് ചെല്ലും തോറും ദൈവശബ്ദത്തിൻ്റെ വ്യക്തത, ഇൻറ്റൻസിറ്റി, ക്ലാരിറ്റി കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് വചനം പറയുന്നത് ദൈവത്തോട് അടുത്തിയല്ല. സാം 25:14, സങ്കീർത്തനങ്ങൾ 25:14, ദ ലോർഡ് കൺഫൈഡ്സ് ഇൻ ദോസ് ഹു ഫിയർ ഹിം. അപ്പോൾ കർത്താവ് തന്നെ ഭയപ്പെടുന്നവരെയാണ് കർത്താവ് കൺഫൈഡ് ചെയ്യുന്നത് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. ജെയിംസ് 4:8, യാക്കോബിൻ്റെ ലേഖനം 4:8 പറയുന്നത്, കം നിയർ ടു ഗോഡ് ആൻഡ് ഹി വിൽ കം നിയർ ടു യു. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്ത് ചെല്ലും. അപ്പോൾ ദൈവമല്ല അടുത്ത് വരേണ്ടത്, നമ്മൾ അങ്ങോട്ടാണ് ചെല്ലേണ്ടത്. ബൈബിൾ പറയുന്നതനുസരിച്ച് ഡ്രോ യുവർ സെൽഫ്സ് നിയർ ടു ഗോഡ്. ദൈവത്തോട് നിങ്ങളടുത്ത് ചെല്ലുവിൻ. കർത്താവ് ഇങ്ങോട്ട് ഇനീഷ്യേഷൻ എടുക്കുന്നതിനേക്കാൾ നമ്മൾ അങ്ങോട്ടാണ് ഇനീഷ്യേഷൻ എടുക്കേണ്ടത്. ജെറമയ 29:13, ഇരമ്യാ 29:13, യു വിൽ സീക്ക് മീ ആൻഡ് ഫൈൻഡ് മീ വെൻ യു സീക്ക് മീ വിത്ത് ഓൾ യുവർ ഹാർട്ട്. നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. പ്രിൻസിപ്പിൾ ഇത്രയേ ഉള്ളൂ. റിലേഷൻഷിപ്പ് ക്രിയേറ്റ്സ് സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി. ദൈവമായുള്ള ബന്ധമാണ് ആത്മാവിൻ്റെ, എങ്ങനെയാണ് അതിനെ പറയേണ്ടത്, സൂക്ഷ്മ ഗ്രഹണ ശക്തി എന്ന് വെച്ചാൽ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള ശക്തി. ദൈവസാന്നിധ്യം, ദൈവത്തിൻ്റെ ഇടപെടലുകൾ, ദൈവശബ്ദം, ഇതൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാൻ അടുത്തോട്ട് ചെന്നാൽ മതി. ഒത്തിരി നാൾ നിരന്തരമായി സമ്പർക്കം പുലർത്തിയിട്ടുള്ള, സംസാരിച്ചിട്ടുള്ള ഫ്രണ്ട്സ് എങ്ങനെയായിരിക്കും? അവരുടെ ഫോണിൽ ഒന്ന് ആളെ കാണേണ്ട, വീഡിയോ കോൾ വിളിക്കേണ്ട, ശബ്ദം കേട്ടാൽ മതി ഇന്നയാളാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും. സോ ക്ലോസ്നെസ് ഷാർപ്പൻസ് റെക്കഗ്നിഷൻ. അടുക്കും തോറും തിരിച്ചറിയുന്നത് കൂടുതൽ കൃത്യതയുള്ളതായി മാറുകയാണ്. അതിൽ ലവേഴ്സ്,
അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നവർക്ക് പെട്ടെന്ന് ശബ്ദം തിരിച്ചറിയാൻ കിട്ടും. ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ പെട്ടെന്നാണ് ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്നത്. സോ നമ്പർ 3, ഹിയറിങ് ഗോഡ് റിക്വയർസ് ക്വയറ്റ്നസ്. മൂന്നാമത് നമ്മൾ അറിയേണ്ട കാര്യം, ദൈവശബ്ദം കേൾക്കണമെങ്കിൽ ശാന്തത വേണം. ശാന്തമായ അന്തരീക്ഷത്തിലാണ് പലപ്പോഴും ദൈവം സംസാരിക്കുന്നത്. ദൈവം എല്ലായ്പ്പോഴും സംസാരിക്കുന്നത്, പക്ഷേ ശാന്തമായ അന്തരീക്ഷത്തിൽ നമ്മളത് കേൾക്കുകയുള്ളൂ. Many people struggle to hear God because their lives are filled with noise and distraction. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലരുടെയും ജീവിതത്തിൽ ദൈവശബ്ദം തിരിച്ചറിയാൻ പറ്റാത്തതിന് കാരണം അവരുടെ ജീവിതം മുഴുവൻ ശബ്ദ കോലാഹലങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ സാങ്ക്വൻ നേച്ചറിലൊക്കെ ഉള്ള ആളുകളുണ്ട്. എപ്പോഴും കലബല കൂടുക, സംസാരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കലബല കൂടുന്ന മനുഷ്യർ. എന്ന് വെച്ചാൽ സംസാരിക്കാതെ ഒന്ന് അടങ്ങിയിരിക്കാൻ പറ്റാത്ത മനുഷ്യരുണ്ട്. അവർക്ക് ദൈവശബ്ദം കേൾക്കാൻ ഒരല്പം കഷ്ടപ്പെടേണ്ടി വരും. ശാന്തമായാലേ നമ്മുടെ സംസാരം നിർത്തണം, എന്നിട്ട് കാത് തുറക്കണം, ശ്രദ്ധിക്കണം. സോ ഗോഡ് ഓഫ്റ്റൻ സ്പീക്സ് ഇൻ ക്വയറ്റ് മൊമെൻറ്റ്സ്. ദൈവം സംസാരിക്കുന്നത് ശാന്തമായ അന്തരീക്ഷത്തിലാണ്. ചില വചനങ്ങൾ അതിന് തെളിവായിട്ട് തരാം. 1 രാജാക്കന്മാർ 19:12 ദ ലോർഡ് സ്പോക്ക് ടു എലൈജ ഇൻ എ ജെന്റിൽ വിസ്പർ. ഈ ഭാഗം പല പ്രാവശ്യം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഏലിയാവിനോട് ദൈവം സംസാരിക്കുമ്പോൾ വലിയ ഭൂകമ്പമുണ്ടായി, കാറ്റ് വന്നു, തീ വന്നു, പാറ വിളരുന്നു, ഇതെല്ലാം സംഭവിക്കുന്നു. പക്ഷേ കർത്താവ് ഏലിയാവിനോട് സംസാരിച്ചത് മൃദുവായ മന്ദമായ സ്വരത്തിലാണ് സംസാരിച്ചത്. സോ ഇറ്റ് വാസ് ലൈക്ക് എ വിസ്പർ. പലപ്പോഴും ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഒരു മന്ത്രണം പോലെയാണ്, വിസ്പർ പോലെയാണ്. ഈ കർത്താവിൻ്റെ യഥാർത്ഥ എന്തുകൊണ്ടാണ് കർത്താവിന് ശരിക്കും തനിസ്വരത്തിൽ സംസാരിച്ചാൽ നമ്മളവിടെ ബാക്കിയുണ്ടാവില്ല. സകല പ്രപഞ്ചത്തെയും തൻ്റെ ശക്തിയുള്ള വാക്കിനാൽ പിടിച്ചു നിർത്താൻ കഴിയുന്ന ദൈവത്തിൻ്റെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുള്ള മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന, പാറകളെ തകർക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കി കാണില്ല. അതുകൊണ്ടാണ് കർത്താവ് വന്ന് പതുക്കെ വന്ന സ്വരത്തിൽ നമ്മുടെ ഉള്ളിൽ സംസാരിക്കുന്നത്. Psalm 46:10 Be still and know that I am God. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. പല സമയത്തും നമ്മൾ മിണ്ടരുത്. ഞാനത് പ്രാക്ടീസ് ചെയ്യുക പലപ്പോഴും. കുറേ അധികം നേരം ദൈവസന്നിധിയിൽ ഒന്നും സംസാരിക്കാതെ വെയിറ്റിംഗ് അപ്പോൺ ദ ലോർഡ് ഇങ്ങനെ ഇരിക്കുക, ചുമ്മാ ഇരിക്കുക ദൈവസന്നിധിയിൽ, വെയിറ്റിംഗ് അപ്പോൺ ദ ലോർഡ്. മോശെ 7 ദിവസമാണ് മുകളിൽ കയറിയിരുന്നത്. 40 ദിവസത്തിൽ ആദ്യത്തെ 7 ദിവസം കർത്താവ് ഒന്നും സംസാരിച്ചില്ല. എന്നിട്ട് 7-ാം ദിവസം ആണ് കർത്താവ് സംസാരിക്കാൻ തുടങ്ങുന്നത്. ഏശയ്യാവിൻ്റെ പുസ്തകം 30:21 Your ears will hear a voice behind you saying, This is the way, walk in it. നിങ്ങളുടെ പുറകിലൊരു ശബ്ദം കേൾക്കും, ഇതാകുന്നു വഴി, ഇതിലൂടെ നടന്നുകൊള്ളുവിൻ. അതെന്താണ്? വിസ്പറിങ് വോയിസ്. വലിയ ഉച്ചഭാഷയിലൂടെ സംസാരിക്കണമെന്നില്ല. ദൈവത്തിന് അങ്ങനെ സംസാരിക്കാൻ കഴിയും. ചിലരൊക്കെ അവരുടെ അനുഭവം പറഞ്ഞിട്ടുണ്ട്. ഈ വലിയ വോൾട്ടേജുള്ള സ്പീക്കറുകളിൽ നിന്ന് സംസാരിക്കുന്നത് പോലെയും ദൈവത്തിന് സംസാരിക്കാൻ പറ്റും. അപ്പം നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ദൈവം എല്ലായ്പ്പോഴും സംസാരിക്കുന്നവനും ദൈവം എല്ലായ്പ്പോഴും ഇടപെടുന്നവനുമാണ്. പക്ഷെ നമ്മളാണ് ദൈവശബ്ദം കേൾക്കാൻ ഒരു റേഡിയോ ട്യൂൺ ചെയ്യുമ്പോൾ മാത്രമാണ് റേഡിയോ തരംഗങ്ങൾ, റേഡിയോ ഫ്രീക്വൻസീസ് എല്ലായ്പ്പോഴും നമ്മളായിരിക്കുന്ന സ്ഥലത്തുണ്ടെങ്കിലും ട്രാൻസിസ്റ്റർ ട്യൂൺ ചെയ്യുമ്പോൾ മാത്രമല്ലേ നമ്മൾ കേൾക്കുകയുള്ളൂ. സോ ക്വൈറ്റ് ഹാർട്ട്സ് ട്യൂൺ ദംസെൽവ്സ് ടു ഗോഡ്സ് വോയിസ്. ഹൃദയത്തിൽ ശാന്തത വരുത്തുമ്പോൾ, ഹൃദയം ഒന്ന് ട്രാങ്ക്വിലിറ്റിയിലേക്ക്, ക്വയറ്റ്നെസ്സിലേക്ക് വരുമ്പോഴാണ് ദൈവശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. നമ്പർ 4, ഹിയറിംഗ് ഗോഡ് ലീഡ്സ് ടു ഒബീഡിയൻസ്. ഹിയറിംഗ് ഗോഡ് ലീഡ്സ് ടു ഒബീഡിയൻസ്. ദൈവശബ്ദം കേട്ടാൽ അനുസരണത്തിലേക്ക് നമുക്ക് പോകാം, അല്ലെങ്കിൽ ദൈവശബ്ദം കേൾക്കുന്നവർ അനുസരിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ജോൺ 10:27 കർത്താവ് പറഞ്ഞു, ദേ ഫോളോ മീ, അവർ എന്നെ അനുഗമിക്കുന്നു.
ദൈവശബ്ദം കേൾക്കുന്നവർക്ക് മാത്രമേ അനുഗമിക്കാൻ സാധിക്കുകയുള്ളൂ. സോ ഹിയറിംഗ് ഗോഡ് ഈസ് മീനിങ്ഫുൾ ഓൺലി വെൻ ഇറ്റ് ലീഡ്സ് ടു ഒബീഡിയൻസ്. അപ്പോൾ ദൈവശബ്ദം കേട്ടു, എഴുതി വെച്ചു എന്നതുകൊണ്ടാകുന്നില്ല. അതനുസരിക്കുമ്പോൾ, ദൈവശബ്ദം അനുസരണത്തിലേക്ക് നടത്തുമ്പോൾ മാത്രമേ അതിന് അർത്ഥമുള്ളൂ. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. കേട്ട ശേഷം എന്ത് ചെയ്യണം? ആ പറഞ്ഞത് അനുസരിക്കണം. അബ്രഹാം ദൈവശബ്ദം കേട്ടു, അതിനുശേഷം അനുസരിച്ച് ഇറങ്ങി പുറപ്പെട്ടു. God speaks to guide, direct and shape our lives. കർത്താവ് എന്തിനാണ് സംസാരിക്കുന്നത്? ചുമ്മാ പറയുവാണോ? വേറെ ജോലിയൊന്നുമില്ലേ? കർത്താവ് സംസാരിക്കുന്നത് ഗോഡ് സ്പീക്സ് ടു ഗൈഡ്, നമ്മെ നയിക്കാൻ, നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ തരാൻ, നമ്മുടെ ലൈഫിനെ പണിയാൻ വേണ്ടിയൊക്കെയാണ് കർത്താവ് സംസാരിക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനം 1:22 ഡു നോട്ട് മിയർലി ലിസൺ ടു ദ വേർഡ് ആൻഡ് സോ ഡിസീവ് യുവർ സെൽസ്, ഡു വാട്ട് ഇറ്റ് സേസ്. ചുമ്മാ ദൈവവചനം കേട്ടോണ്ടിരിക്കാതെ, സോ ഡിസീവ് യുവർ സെൽസ്, ചുമ്മാ ദൈവവചനം കേൾക്കുവാണെങ്കിൽ, ദൈവവചനം കേൾക്കുക മാത്രം ചെയ്യാതെ അതനുസരിക്കുകയും ചെയ്യുവിൻ. അനുസരിച്ചില്ലെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. ദൈവവചനം കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. വചനം ഇഷ്ടപ്പെടുന്ന എല്ലാവരും പ്രസംഗം കേൾക്കാൻ പോകും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അനോയിൻറ്റഡ് മെസ്സേജസ് ഇങ്ങനെ കേൾക്കും. അങ്ങനെ കേൾക്കുമ്പോൾ അവർ ചെയ്യുന്നത് എന്താണ്? അങ്ങനെ കേൾക്കുമ്പോൾ കേട്ട് നോട്ട്സൊക്കെ എഴുതി, അല്ലെങ്കിൽ ചിലർ നോട്ട്സ് എഴുതും, ചിലർ നോട്ട്സ് എഴുതില്ല. കൊള്ളാം, നല്ല വചനമാണ്, ഇന്നത്തെ മെസ്സേജ് സൂപ്പറായി ഇത് പറയും. പക്ഷേ ഡിഡ് യു ഡു ഇറ്റ്? ഡിഡ് യു ഒബേ ഇറ്റ്? സോ ഡു വാട്ട് ഇറ്റ് സേസ്. അത് പറയുന്നത് ചെയ്യുവിൻ. വചനത്തിൽ പറയുന്നത് ചെയ്യുവിൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 11:28 ബ്ലെസ്ഡ് ആർ ദോസ് ഹു ഹിയർ ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ഒബേ ഇറ്റ്. അവൻ്റെ വചനം കേട്ട് അനുഷ്ഠിക്കുന്നവർ, അത് അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ, അല്ലെങ്കിൽ അനുഗ്രഹീതർ. യോഹന്നാൻ 14:21 കാണുന്നത് whoever has my commands and keeps them is the one who loves me. എൻ്റെ കൽപ്പനകൾ കേട്ട് അനുസരിക്കുന്നവരാണ് എന്നെ സ്നേഹിക്കുന്നവർ, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ കൽപ്പനകൾ കാത്തുകൊള്ളും. അപ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്നു, ഐ ലവ് യു ജീസസ് 1000 പ്രാവശ്യം പാടിയാലും അവൻ പറയുന്നത് നമ്മൾ അനുസരിക്കുന്നില്ലെങ്കിൽ ഐ ഡോണ്ട് ലവ് യു ജീസസ് എന്നാണ് ഈ പറയുന്നത്. പ്രവൃത്തി കൊണ്ടാണ് തെളിയിക്കുന്നത്. കർത്താവ് വ്യക്തമായി പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ കൽപ്പന അനുസരിക്കും. ഇറ്റ്സ് വെരി പ്ലെയിൻ ആൻഡ് ക്ലിയർ. എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ കൽപ്പന അനുസരിക്കും. എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുക മാത്രം ചെയ്യുന്നതാണോ? അല്ല, കേട്ട് അനുസരിക്കുകയും ചെയ്യും. ഇതൊക്കെ പറയുമ്പോൾ പ്രാർത്ഥിക്കണം. കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ പ്രധാനപ്പെട്ടതെല്ലാം ടൈപ്പ് ചെയ്തിടണം. ഒബീഡിയൻസ് കൺഫേംസ് ദാറ്റ് വി ട്രൂലി ഹേർഡ് ദ ഷെപ്പേർഡ്. ഇടയൻ പറയുന്നത് കേട്ടു എന്നത് ഉറപ്പിക്കുന്നത് അനുസരണമാണ്. അവൻ്റെ ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു, അവനവരെ അറിയുന്നു. കൂടാതെ ഈ അറിഞ്ഞ ശേഷം, ഈ ശബ്ദം കേട്ട ശേഷം നമ്മൾ ആ ഇടയൻ പറയുന്നത് അനുസരിക്കുന്നില്ലെങ്കിൽ കേട്ടതും വെറുതെയായി, എല്ലാം വെറുതെയായി. ഇപ്പോൾ ഈ കാലത്താണെങ്കിൽ, പണ്ട് കാലത്തൊക്കെ ഗൈഡുമാർ കൂടെ സഞ്ചരിക്കും. അപ്പോൾ ഗൈഡുമാർ വണ്ടി ഓടിച്ചില്ലെങ്കിൽ ഡ്രൈവറാണ് വണ്ടി ഓടിക്കുന്നതെങ്കിലും ഗൈഡുമാർ പറഞ്ഞു കൊടുക്കും, ലെഫ്റ്റ് റൈറ്റ് യു ടേൺ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. ഇത് നമുക്കതൊന്നും ആവശ്യമില്ല. ഏതെങ്കിലും ലൊക്കേഷൻ മാപ്പ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഗൂഗിൾ മാപ്സോ മാപ്സോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നമുക്ക് പോകാം. പല ആപ്പുകളുണ്ട് നമ്മൾ ഗൈഡ് ചെയ്യുന്ന, ഇപ്പോഴത്തെ പല ആപ്പുകളുണ്ട്. അതിൽ ഒരാൾ ഓണാക്കി അതിൽ റൂട്ട് കാണിക്കുന്നത് കൂടാതെ ഒരു ശബ്ദം അത് പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. ഇത്ര കിലോമീറ്ററിന് ശേഷം ലെഫ്റ്റ് എടുക്കുക, റൈറ്റ് എടുക്കുക, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇയാൾ ഇതെല്ലാം ഓണാക്കി, പക്ഷേ ഇത് പറയുന്ന ഒന്നും കേൾക്കില്ലെങ്കിൽ എവിടെ എത്തിച്ചേരും? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഗൈഡൻസ് ബിക്കംസ് യൂസ്ഫുൾ ഓൺലി വെൻ ഇറ്റ് ഈസ് ഫോളോഡ്. ആരെങ്കിലുമൊക്കെ നമുക്ക് ഡയറക്ഷൻസ് തരുമ്പോൾ അത് യഥാർത്ഥത്തിൽ പ്രയോജനപ്പെടുന്നത് ആ ശബ്ദം, മാർഗനിർദ്ദേശം അനുസരിക്കുമ്പോൾ മാത്രമാണ്. ഞാൻ ഇങ്ങനെ ഇതിനെ കൺക്ലൂഡ് ചെയ്യാം. ദോസ് ഹു ഹിയർ ദ വോയിസ് ഓഫ് ക്രൈസ്റ്റ് വാക്ക് കോൺഫിഡൻ്റ്ലി ബിക്കോസ് ദേ ഫോളോ ദ ഷെപ്പേർഡ് ഹു ലീഡ്സ് ദം. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശബ്ദം കേൾക്കുന്നവർ, അവർ വളരെ
ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടിയായിരിക്കും അവർ പോകുന്നത്. കാരണം അവർ ഇടയൻ്റെ ശബ്ദം കേൾക്കുകയും ഇടയനാണ് അവരെ നയിക്കുന്നത്. ചില കാര്യങ്ങളിലൊക്കെ എൻ്റെ അകത്ത് ഞാൻ ദൈവശബ്ദം കേട്ടാൽ ചില കാര്യങ്ങൾ എനിക്ക് ഭയങ്കരമായ ഉറപ്പ് വരും. ആ സമയത്ത് ഈ ലോകം മൊത്തം എനിക്ക് എതിരാണെങ്കിലും അത് ചെയ്യാൻ എനിക്ക് ധൈര്യം കാണും. കാരണം കർത്താവാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം കർത്താവ് കൂടെയുണ്ട്, കർത്താവിൻ്റെ ഡയറക്ഷൻസ് കൂടെയുണ്ട്. എനിക്കത് ആരോടും ചോദിക്കേണ്ട ആവശ്യം പോലുമില്ല. വ്യക്തതയോടെ എനിക്ക് കാൽച്ചുവടുകൾ എടുത്ത് വയ്ക്കാൻ കഴിയും. ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ക്ലാരിറ്റിയുള്ള ദൈവശബ്ദം ഈ നാളുകളിൽ കേൾക്കാൻ പോവുക. വ്യക്തതയോടെ കേൾക്കുക മാത്രമല്ല, അതനുസരിക്കുവാനുള്ള കൃപയും കർത്താവ് തരും. കൈനീട്ടം. കർത്താവേ, ഇന്നത്തെ മോർണിംഗ് ഗ്ലോറിയിലൂടെ നീ സംസാരിച്ചുള്ള ഹിയറിങ് ഗോഡ്, ദൈവത്തെ കേൾക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾക്കെല്ലാവർക്കും ക്ലാരിറ്റിയോടുകൂടെ ദൈവശബ്ദം കേൾക്കാൻ അങ്ങ് സഹായിക്കുന്നതിനായി നന്ദി പറയുന്നു. ഇത് ഒത്തിരി പേർക്ക് അനുഗ്രഹമായി മാറട്ടെ. കൈനീട്ടി പിടിക്കുമ്പോൾ രോഗികളായിട്ടുള്ളവർ ഇപ്പോൾ വിശ്വസിക്കുക. യേശയ്യാവിൻ്റെ പുസ്തകം 53 പ്രകാരം അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യമായിരിക്കുന്നു, അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യമായിരിക്കുന്നു, അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യമായിരിക്കുന്നു. കർത്താവ് അങ്ങനെ എല്ലാവരെയും സൗഖ്യമാക്കിയതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ ആമേൻ. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളത്തെ മോർണിംഗ് ഗ്ലോറിയിൽ നമുക്ക് കാണാം. ഇതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കണം. യേശുവിനെക്കുറിച്ച് നാണമൊന്നുമില്ലെങ്കിൽ, ലജ്ജ ഇല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റേറ്റസിലോ ഇൻസ്റ്റഗ്രാം സ്റ്റോറിലൊക്കെ ഇതിൻ്റെ ലിങ്കുകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. സീ ടുമോറോ. ബൈ.